ഡോക്ടർ ബി.ആർ. അംബേദ്കർ മുന്നോട്ട് വച്ച ദളിത് വികസനത്തെക്കുറിച്ചുള്ള രൂപരേഖയോട് എത്രമാത്രം നീതി പുലർത്താൻ കഴിഞ്ഞു എന്നത് ചിന്തിക്കേണ്ട കാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ ദളിത് വികസന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. New ideas, new potential to the people in the villages. What is to be done, how it is to be done is more correctly how it is to be done, and how we do have a success in this. One question comes to my mind. After all these years, 75 years or more than, or almost 77 or 78 years of our independence, and we having accepted the constitution presided by our Bharat Ratna Dr. Baba Saheb Ambedkar. After all these years, I don't understand why we have the need to celebrate such conclaves. സംസ്ഥാനത്ത് ദളിത് വിഭാഗങ്ങളുടെ വികസനത്തിന് കോൺഗ്രസ് സർക്കാരുകൾ വലിയ പ്രാധാന്യം നൽകിയിരുന്നതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ 14 തെരഞ്ഞെടുക്കപ്പെട്ട കോളനികൾക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, A.P. അനിൽകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് ഓരോ കോടി രൂപ വെച്ച് അന്ന് അനുവദിക്കുകയുണ്ടായിരുന്നു. ഞാൻ സന്ദർശിച്ച 14 കോളനികൾ സ്വാഭാവികമായി ഗവൺമെന്റ് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുള്ള അവസരമില്ല. പക്ഷെ എന്നാലും ഈ എല്ലാ വർഷവും ന്യൂ ഇയർ ഉണ്ടെങ്കിൽ ആ ന്യൂ ഇയറിൽ ഞാൻ ഏതെങ്കിലും ഒരു പട്ടികവർഗ കോളനിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, പ്രകാശ് യശ്വന്ത് അംബേദ്കർ, പാരമ്പര്യ ചികിത്സക കല്ലാർ ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവർ സംബന്ധിച്ചു. രാജ്യത്തുടനീളം ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്ക് ഇരകളാകുന്നത് ഈ പാവപ്പെട്ട മനുഷ്യർ തന്നെ, ഒരു സംശയമില്ല. അപ്പം നമുക്ക് ഭരണഘടനയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 14, 15, 16, 17 and of course ആർട്ടിക്കിൾ 46. There are provisions in the constitution. അല്ലെ, ഈ ഡിസ്ക്രിമിനേഷനെതിരായിട്ടുള്ള പ്രൊട്ടക്ഷനുള്ള പ്രൊവിഷൻസ് ഉണ്ട് നമുക്ക്.